കലാജീവിതത്തിൽ ഒരുപാട് ഇനോഗ്രേഷനുകൾ അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ക്ഷണിക്കപ്പെടാറുണ്ട്, പോകാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അല്ല, നമുക്ക് ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ചില സ്കൂളുകളിലൊക്കെ നമ്മളെ കുഞ്ഞുങ്ങൾ ആ ടീച്ചേഴ്സൊക്കെ നമ്മൾ അറിയും. ഇതുപോലെ എൻ്റെ ഫ്രണ്ട് ടീച്ചറായിട്ടുള്ള സ്കൂളിൽ നിന്ന് എന്നെ വിളിച്ച് അവിടെ ഞാനങ്ങനെ ചെന്ന് കഴിഞ്ഞ് ഓഫീസ് റൂമിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ ചെന്നപ്പോൾ പ്രിൻസിപ്പൽ ചോദിച്ചു, ആരാ? ഞാൻ പറഞ്ഞു, ഇന്നവരെ വന്നാന്ന് പറഞ്ഞു, ഉദ്ഘാടനത്തിൽ വന്നാന്ന് പറഞ്ഞു. എന്താ ചെയ്യണത്? ഞാൻ പറഞ്ഞു, സിനിമയൊക്കെ അഭിനയിക്കും. അങ്ങനെ പറഞ്ഞ് എന്നെ ഏതാണ് സിനിമ, ഞാൻ പറഞ്ഞു വെള്ളിമുങ്ങയാണ് അഭിനയിക്കുന്നത്, ഇതെല്ലാം പറഞ്ഞ് കേട്ട്. അന്നേരം സ്റ്റേജിൽ പോയിരുന്നിട്ടേ പ്രസംഗിക്കാൻ കയറിയിട്ട് ഈ ഇരിക്കണ ആരാന്നറിയാമോ? എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നേക്കണം പാഷാണൻ ഷാജി. പുള്ളിയുടെ വെള്ളിമുങ്ങ എന്ന് പറഞ്ഞ സിനിമ ഞാൻ എത്ര പ്രാവശ്യം കണ്ട്, ആനയാണ് പൂവിനാണ് ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുക. എന്നോട് ചോദിച്ചതെല്ലാം. അതെ. ഇത് കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ പ്രിൻസിപ്പൾ നുണയേട്ടാന്ന് പറഞ്ഞു. എന്നെ കണ്ടിട്ടില്ലാത്ത ആളാണ്. ഇപ്പോൾ ഇവിടെ അപ്പോൾ എന്നോടെല്ലാം ചോദിച്ചിട്ട് അതുപോലെ എന്നെ വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. ഇനി മക്കൾക്ക് അല്ല ഇത്രയും ഇങ്ങനെയൊക്കെ നുണ പറയാൻ പാടണ്ട മക്കളെ എന്ന് ചോദിച്ചു. അപ്പം എന്നെ കൊണ്ടവള് തൂണച്ചാരി അവിടെ നിൽക്കായിരുന്നു. ഇത് കാണിച്ചു നോക്കുമ്പോൾ അവള് തൂണച്ചാരി ഇരുന്നവളാ. മക്കൾക്ക് എന്താ പാട്ട് വേണ്ട പാട്ട് പാടി പിള്ളേരുടെ കൂടെ പുറത്തൊക്കെ ഇറങ്ങി പാട്ട് പാടിയിട്ട് ഞാൻ പറഞ്ഞു, അപ്പം എന്നാൽ ശരി എല്ലാവർക്കും നന്ദി, ഞാൻ പോവാട്ടെന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ വലിയ മൊമെൻറ്റോ, ഞാൻ പറഞ്ഞു അങ്ങോട്ട് കൊടുത്തേക്കുന്നുണ്ട്, സാറിന് കൊടുത്തേക്കുന്നു. അല്ല, അറിഞ്ഞിട്ടും അതുണ്ട്. അത് ഒരുപാട് പേരുണ്ട്, അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ല, അങ്ങനെയുള്ളവർ നമുക്ക് മനസ്സിലാവും അബദ്ധം പറ്റുന്നവർ. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഉദ്ഘാടനത്തിന് പോയിട്ട് ഈ ആംബുലൻസ് ഒരു ആംബുലൻസ് മേടിച്ച് കൊടുത്തേക്കാം ആ നാട്ടിൽ. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ പറയണം, നമ്മൾ എല്ലാവരും സംസാരിച്ചത് കഴിഞ്ഞപ്പോൾ ഒരു മെമ്പർ എന്നിട്ട് പറഞ്ഞ്, ഇതിപ്പോൾ നമ്മൾ ആംബുലൻസ് ഒരാൾ തന്നെന്ന് ഓർത്തിട്ട് കഴിഞ്ഞില്ല, വെറുതെ ഇടരുത്, നമ്മൾ നല്ല ഓട്ടം കൊടുക്കണമെന്ന് എല്ലാവരും കൂടി. അപ്പം ഞാൻ അസുഖം വരാതെ ഓട്ടം കൊടുക്കാൻ പറ്റുമോ? ഇതെല്ലാം കഴിയുമ്പോൾ വിളിച്ച്, ചേട്ടൻ എന്ത് ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് തന്നെ. അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല അടുത്ത പഞ്ചായത്തിനും കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അതാ പറഞ്ഞത്, അത് അറിയാതെ പറ്റുന്ന അബദ്ധങ്ങളാണ്. അതെ. അങ്ങനെ അറിഞ്ഞുകൊണ്ട് പറ്റുന്ന കുറേ ആൾക്കാർ. ഈ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇതുണ്ട്, നമ്മൾ അറിഞ്ഞാലും അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവരിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ട്. അതെ. എന്നിട്ട് അപ്പുറത്തിരിക്കുന്നവർ ചോദിക്കും, ഒറ്റപ്പെടുത്തൽ ഈ പുള്ളിയല്ലേ? അതെ. അന്നല്ല ചിരിക്കണം നമ്മളെ കാണുമ്പോൾ. അതെ. അപ്പോൾ ഒരു ദിവസം ഇതല്ല, ഞാൻ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറി കഴിഞ്ഞപ്പോൾ പെട്രോൾ കൊണ്ടുവന്ന സാധനം വെച്ചിട്ട് പുള്ളി, ഞാൻ ഗ്ലാസ് എത്തിയിരിക്കും, പുള്ളി എന്നെ ഇങ്ങനെ അങ്ങോട്ട് പോയി കുറച്ച് നേരം വീണ്ടും വന്നിട്ട് 3 പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ചേട്ടങ്ങ വന്നേ, ഞാനെന്താ സിംഹവാലം കുരങ്ങ ഇങ്ങനെ ഇടക്കിടക്ക് കണ്ടന്റ് പോകാന്ന് വെച്ച്, ഇതത് തന്നെ ആളുകൾ. അപ്പോഴും ഞാൻ ചിരിക്കുമെന്നുള്ള ഡൗട്ട്, ഞാൻ പുള്ളി നോക്കുമ്പോൾ ഞാനും നോക്കണ്ട്. അങ്ങനെ ഇങ്ങനെ വന്ന് മുട്ടാൻ ഒരു പേടിയുള്ള ആൾക്കാരുണ്ട്, പ്രയാസമുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളുടെ അവിടെ ഇതുപോലെ എന്ത് പറഞ്ഞാലും പ്രശ്നം ഉണ്ടാക്കാൻ ഗുണ്ടകൾ അനുദാദ്യം വിനുദാദ്യം. ഞാനിട്ട് അങ്ങനെ പേരാ അനുദാദ്യം വിനുദാദ്യം. ഇടി കൊള്ളണ ആൾക്കാരാട്ടാ, ഇടി കൊള്ളുള്ളൂ, കൊടുക്കില്ല. ഇവർ ആ ജംഗ്ഷനിൽ വന്ന് അന്ന് ഉറപ്പാ ആരെയും ക്രിക്കറ്റ് കുത്തിയിട്ട് മേടിച്ചിട്ട് രണ്ടുപേരും കൂടി പോകുന്നു. അന്ന് ഞാൻ ഒരു ദിവസം അടിച്ച് ഉറങ്ങിപ്പോൾ ഇടികൊണ്ടില്ലെങ്കിൽ വൈകുന്നേരം ഞാൻ ഇന്ന് ഇടികൊണ്ടില്ല എന്ന് പറഞ്ഞ് കട വഴി പോകണം. അപ്പം അയ്യപ്പന്മാരുടെ വണ്ടി വന്നത് പമ്പിൽ, അയ്യപ്പന്മാർ ഇടിക്കൂലില്ല. ചെന്ന് അവരുടെ മെക്കിട്ട് കയറി അയ്യപ്പന്മാർ തേങ്ങക്ക് ഇടിച്ച് താഴ്ത്തിട്ട് ഇടിക്കട്ടെ. അപ്പോൾ ഇടി കൊള്ളണം, ഒരുത്തൻ അങ്ങോട്ട് മാറി തന്നെയൊക്കെ ഇടി കൊള്ളണം. അവർ ബാടാ വന്നിടിക്കണം. അവരെ ഇല്ല, ഞാൻ മീൻ കൂട്ടിയതാന്ന്. അന്ന് വെട്ടാ കീറ് മേടിക്കേ ഞാൻ മീൻ കൂട്ടി അവരെ തൊടാൻ പാടില്ലെന്ന് അയ്യപ്പന്മാരാ. അതുപോലെ വേറൊരാളുണ്ട് മെലിഞ്ഞിട്ട് നമ്മുടെ അത്തച്ചമയത്ത് നമ്മുടെ യേശുവിനെയൊക്കെ ആക്കാൻ പറ്റുന്നതാണ്. ഇത് എൻ്റെ വീട്ടിലവിടെ അത് ഇവരൊക്കെ ആയിട്ട് സ്കിറ്റിൽ വന്നുകൊണ്ടിരുന്നത്. ഈ പുള്ളീനെ ഇവരൊക്കെ കൂടി, അപ്പോൾ പുള്ളി 2 അടിക്കണ കൂടുതലാണ്. അപ്പോൾ 2 മേടിച്ചു കൊടുത്ത പുള്ളി യേശു വന്നിട്ട് ഇത് കൊട്ട് ഡിറ്റോ യേശു. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇവർക്കാണ് പ്രൈസ്. അപ്പം ഇങ്ങനെ ഇടക്കിടക്കല്ലേ ജഡ്ജസ് ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്ക് അത്തച്ചമയം വരുമ്പോൾ കുറേ നട്ടപ്പൊരി. രാവിലെ 10 മണിക്ക് തീരണ 4 മണിക്കാണേ. അത് ഇങ്ങനെ കറങ്ങി വന്നല്ലോ ക്ഷേത്രത്തിന് മുന്നേ, വടക്കേക്കോട്ട കിഴക്കേക്കോട്ടൊക്കെ ചുറ്റി വരണമല്ലോ. ഒരു വെയിലുവാ, അനങ്ങാൻ പാടില്ലല്ലേ. ഈ കുന്തമായിട്ട് ഇവർ നിൽക്കണ്, യേശു ഒട്ടും അനങ്ങാൻ പാടില്ല, ഇങ്ങനെ നടക്കുക. ഈ ഒരിടത്ത ജഡ്ജെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ അനങ്ങിയൊക്കെ ചെയ്യുക. ഇത് എവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഹൈഡ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ യേശു ഇങ്ങനെ കിടന്ന് ഇവിടെ അനങ്ങണ്, തൊണ്ട ഉണങ്ങിയിട്ടേ. അപ്പോൾ കുന്തമായിട്ട് അരുണ എനിക്ക് ഇച്ചിരി വെള്ളം വേണമെന്ന് തോന്നി. കുന്തം കൊണ്ട് കിടന്ന് കണ്ണടച്ച് കാണിച്ച് പിന്നെ മാന്യമായിട്ട് ഒന്നുകൂടെ പറഞ്ഞു, ഇച്ചിരി വെള്ളം കുടിക്കണ്ടല്ലേ, ഞാൻ ചത്തു പോകും. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തെറി പൂത്തിട്ട് കുരിച്ച് ഒടിച്ച് 2 ഒടിച്ചിട്ട് ലോറി കൈകുത്തിട്ട് പുറത്തേക്ക് ആടി. അത് നേരെ ഞാൻ നോക്കുമ്പോൾ ഒരു കടയിൽ നിന്ന് സോഡ കുടിക്കുക. അവർ ടാബ്ലോയും പൊളിഞ്ഞ് എല്ലാം പൊളിഞ്ഞ് അവർ പോയി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോകണം. പുതിയ വളവ് തിരിഞ്ഞ് ഞാൻ അങ്ങ് പോകുമ്പോഴത്തേക്ക് 2 കയ്യിലും പട്ടിയെ കഷ്ണം ഇട്ടിട്ട് നടന്നു പോകും. വണ്ടി കയറ്റിയില്ലേ ഇവരെ ടാബ്ലോ പൊളിച്ച് കളഞ്ഞില്ലേ. അങ്ങനെ കുറേ ക്യാരക്ടറുണ്ട്. പിന്നെ ഒരു പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പുള്ളി അപ്പുറത്തെ കടയിൽ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ട് വയ്ക്കുക.
അപ്പോൾ ഇപ്പുറത്ത് കുറച്ചിങ്ങനെ മാറ്റി പോലീസുകാർ വണ്ടിയിൽ ബോണറ്റ് വെച്ച് എഴുതി കൊടുത്തിട്ടുണ്ട് വേറൊരാൾക്ക്. അപ്പോൾ കടക്കാരൻ്റെ അവിടെ എന്താ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അന്നേരം സിഗരറ്റ് വലിച്ചപ്പോൾ എഴുതണ്ടല്ലോ. അത് എന്താണെന്നറിയില്ല, നീ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. പുള്ളിയെ സിഗരറ്റും എന്താ സാറേ വിഷയം എന്താണെന്ന് ചോദിച്ചു. നിൻ്റെ അഡ്രസ്സ് പറയാം.